അപ്പോൾ നമ്മളെന്ത് ചെയ്യാൻ പോണത് 5 സെക്കൻഡ് കൂടുമ്പോഴും, അതായത് ഓരോ ടൈം ഇൻ്റർവെൽ വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് ഓട്ടോമാറ്റിക് മാക് അഡ്രസ്സ് ചേഞ്ച് ആകുന്നത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കാരിയുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യാം. അതിൽ റൂട്ട് യൂസറായിട്ട് കയറാം. അപ്പോൾ ഉള്ള മാക് അഡ്രസ്സ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് സിസ്റ്റത്തിൻ്റെ മാക് അഡ്രസ്സ് നോക്കാം. അപ്പോൾ ഇതാണിപ്പോൾ ഉള്ള മാക് അഡ്രസ്സ്. അപ്പോൾ നമ്മൾ മാക് ചേഞ്ചർ വെച്ചിട്ട് നമുക്ക് നോക്കാം. മാക് ചേഞ്ചർ ആദ്യം നമുക്കിത് മാക് ചേഞ്ചറിൻ്റെ നെറ്റ് വെച്ച് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാക് ചേഞ്ചറോട് നമുക്ക് കാണാൻ പറ്റുക. അതിൽ SH ഹെൽപ്പ് ഈ വെർഷൻ കാണാൻ അതിൽ മാക് അഡ്രസ്സ് കാണാൻ അങ്ങനെയൊക്കെ നോക്കാം. പിന്നെ നമ്മൾ സിസ്റ്റത്തിൻ്റെ മാക് അഡ്രസ്സ്, അതായത് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റത്തിൻ്റെ മാക് അഡ്രസ്സ് നോക്കാം. ഇതാണ് നോക്കുമ്പോൾ ഇതാണ് കറണ്ട് മാക് അഡ്രസ്സ്. ഇതായിട്ട് പെർമനൻറ്റ് മാക് അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടെ കറണ്ട് മാക് അഡ്രസ്സും, പിന്നെ ഈ പെർമനൻറ്റ് മാക് അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതുമാണ് പെർമനൻറ്റ് മാക് അഡ്രസ്സ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ഓരോ 5 സെക്കൻഡ് കൂടുമ്പോഴും ഇതിങ്ങനെ ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിനുള്ള റാൻഡം ഉള്ള ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. P വെച്ച് കഴിഞ്ഞാൽ പെർമനൻറ്റ് അഡ്രസ്സ് കാണാൻ പറ്റും. ഇനി R വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് റാൻഡമിലായുള്ള മാക് അഡ്രസ്സ് ഇങ്ങനെ ചെയ്ത് വേണ്ടി നിൽക്കാം. അപ്പോൾ അത് നോക്കാം. മാക് ചേഞ്ചർ ഇപ്പോൾ നമുക്കൊരു നമ്മളെ മാക് അഡ്രസ്സ് ചേഞ്ചായി. അതായത് കറണ്ട് മാക് അഡ്രസ്സ് ഇപ്പോൾ എന്തായി, ഈ അതായിരുന്നു. അപ്പോൾ ഇത് ന്യൂ മാക് അഡ്രസ്സ് 1A അത് വന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം ഇപ്പോഴത്തെ മാക് അഡ്രസ്സ് എന്തെന്നുള്ളത്. കണ്ടോ, അപ്പം ചേഞ്ച് ആയിട്ടുള്ള 1 തുടങ്ങുന്ന മാക് അഡ്രസ്സാണ്. അതാണ് ഇപ്പോൾ ന്യൂ മാക് അഡ്രസ്സ് എന്നുള്ള ഇതാണ് ഇപ്പോൾ പുതിയതായിട്ടുള്ള വന്നിട്ടുള്ള മാക് അഡ്രസ്സ്. ഈ ബേസിക് ഫംഗ്ഷന് മാക് ചേഞ്ചറിൻ്റെ ബേസിക് ഫംഗ്ഷൻ ഇതാണ്. അപ്പോൾ ഇത് നമുക്ക് ഓട്ടോമാറ്റിക് ഓരോ 5 സെക്കൻഡ് കൂടുമ്പോഴും ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം, ഒരു ചെറുതായിട്ടൊരു പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു ഫയൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം. അതിനായിട്ട് ഡെസ്ക്ടോപ്പ് ഫോൾഡറിൽ ആണ് നമുക്ക് ആ ഒരു പൈത്തണിൻ്റെ ഇത് ചെയ്യാനുള്ളത്. ഡയറക്റ്റ് ചേഞ്ച് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് ഫോൾഡറിലേക്ക് പോവാം. എന്നിട്ട് നമുക്ക് അവിടെ ഒരു SH ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ മാക് ചേഞ്ചറുള്ള പേരെന്നെ കൊടുക്കാം. .sh എന്നിട്ടുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ ജസ്റ്റ് കോഡ് എന്താണെന്നുള്ളത് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അതായത് ഹാഷ് എക്സ്ക്ലമേറ്ററി മാർക്ക് പിന്നെ ബാർ ബാഷ് വെച്ചിട്ടുള്ള ആ ഒരു കോഡ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് സേവ് ചെയ്യുക. ഇതിന്ന് എക്സിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. മാക് ചേഞ്ചർ SH പറഞ്ഞിട്ടുള്ളൊരു ഫോൾഡർ, ഒരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓട്ടോമാറ്റിക്കലി ഓരോ 5 സെക്കൻഡ് കൂടുമ്പോഴും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, മാക് ചേഞ്ചറിന് എന്ത് ചെയ്യുക, പെർമിഷൻ കൊടുക്കുക. എക്സിക്യൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുക. chmod +X. എന്നിട്ട് ഇപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പ് ഡയറക്ടറിയിൽ തന്നെ ഉള്ളതുകൊണ്ട് ആ ഫയൽ നെയിം കൊടുക്കുക. changer.sh. എന്നിട്ട് നമ്മൾ മാക് ചേഞ്ചർ ഫയൽ ബാഷ് കമാൻഡ് വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. ബാഷ് .sh.
ഇനി ഓരോ 5 സെക്കൻഡ് കൂടുമ്പോഴും ഈ ബാച്ച് ഫയൽ ഓട്ടോമാറ്റിക് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കും. അപ്പോൾ ന്യൂ മാക് അഡ്രസ്സ് മാറിക്കൊണ്ട് വരുന്നുണ്ടോ. ഇപ്പോൾ 2 വെച്ച് തുടങ്ങുന്നതാണ്, ഇപ്പോൾ ന്യൂ മാക് അഡ്രസ്സ് 46 വെച്ച് തുടങ്ങുന്നതായി. അങ്ങനെ ഓരോ 5 സെക്കൻഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് മാക് അഡ്രസ്സ് മാറിക്കൊണ്ടേയിരിക്കും, ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. പെർമനൻറ്റ് അഡ്രസ്സ് മാറുകയില്ല. അതാണ് FE അത് വെച്ച് തുടങ്ങുന്ന പെർമനൻറ്റ് മാക് അഡ്രസ്സ്. അത് ഒരിക്കലും മാറുകയില്ല. പക്ഷേ നമ്മുടെ മാക് അഡ്രസ്സസ് പുതുതായിട്ട് മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എക്സിറ്റ് ചെയ്തു. വീണ്ടും പഴയതിലേക്ക് തന്നെ പോകാനുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ പെർമനൻറ്റ് മാർക്ക് അഡ്രസ്സ് ഉള്ളത്. അപ്പോൾ നമുക്ക് മുന്നോട്ട് ചേർക്കാം. അപ്പോൾ കറൻറ്റ് ഉള്ള മാക് അഡ്രസ്സിൽ ഇപ്പോൾ ഉള്ളത് കറണ്ട് മാക് അഡ്രസ്സ് ഈ EE അത് വെച്ച് തുടങ്ങുന്നതാണ്. അപ്പോൾ നമുക്ക് അത് പെർമനൻറ്റ് മാക് അഡ്രസ്സിലേക്ക് തന്നെ മാറാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മാക് ചേഞ്ചറിലെ P കമാൻഡ് വെച്ചിട്ട് പെർമനൻറ്റിലേക്ക് തന്നെ മാറാം. -P. ഇപ്പോൾ എന്തായി, ന്യൂ അഡ്രസ്സും പെർമനൻറ്റ് മാക് അഡ്രസ്സും സെയിം ആയി. ഇനി നമുക്ക് ഇപ്പോൾ മാക് അഡ്രസ്സ് അതിനാണ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് കമാൻഡ് വെച്ച് നോക്കാം. ഇപ്പോൾ കറണ്ട് മാക് അഡ്രസ്സും പെർമനൻറ്റ് മാക് അഡ്രസ്സും സെയിം ആയി. അപ്പോൾ ഇങ്ങനെയാണ് ആ ഫയൽ റൺ ചെയ്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ ഒരു 5 സെക്കൻഡ് കൂടുമ്പോഴും എന്താവും, മാക് അഡ്രസ്സ് ഓട്ടോമാറ്റിക് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ.